ഈ വർഷം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന തീം രാജകീയതയിൽ ഇരുന്ന് വാഴുന്ന വർഷമായിരിക്കും. വിശ്വസിക്കുന്നവരൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രാജകീയതയിൽ ഇരുന്ന് വാഴുന്ന വർഷമായി 2025 പരിശുദ്ധാത്മാവ് നമ്മുടെ കൈ തന്നിരിക്കുക. 2024 അവകാശങ്ങളെ കൈവശമാക്കുന്ന വർഷമായിരുന്നു. ഒത്തിരി കുടുംബങ്ങളിൽ അവകാശങ്ങൾ കൈവശമായി. എന്ത് കർത്താവിൽ നമുക്ക് തരാൻ പ്ലാൻ ചെയ്തോ അത് നമ്മുടെ കയ്യിൽ വന്നു. എന്നാൽ ഈ വർഷം നമ്മൾ വാഴും. നോർമൽ വാഴ്ചയല്ല, റോയൽ വാഴ്ചയായിരിക്കും. ദ കിങ്ഷിപ്പിൻ്റെ അകത്ത്, രാജകീയതയ്ക്കകത്ത് തമ്പുരാൻ നമ്മെ വാഴിക്കുമാറാക്കും. കർത്താവ് സഹായിക്കട്ടെ. അതിന് ഉള്ള കലണ്ടർ ക്രമീകരണങ്ങൾ, ദൈവവചനത്തിൻ്റെ വാഗ്ദത്ത വചന ക്രമീകരണങ്ങൾ ഒക്കെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ജനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൽ കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. 2025 ഒരു സന്ദേശത്തിൻ്റെ 1-2 വാക്ക് മാത്രമൊന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ നമ്മൾ വാക്കുകൾ പര്യവസാനിക്കും. മാക്സിമം ഒരു 10 മിനിറ്റുള്ളൊരു ചെറിയ സന്ദേശം മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷേങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായിട്ട് ഞങ്ങളെ കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളുടെയും പ്രാർത്ഥനയോടുകൂടിയുള്ള സമീപനം ഈ വചന ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അടുത്തത്, ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. അടുത്തത്, ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരകത്തോട് സാദൃശ്യമായൊരു പച്ചവില്ല്. അടുത്തത്, സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിലിരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. ഒരു വാക്യോടെ വായിച്ചാട്ടെ. സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ തിരുവെഴുത്തിനായി കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ തിരുവെഴുത്തിലൂടെ ഞങ്ങളുടെ ഉള്ളിൽ പതിയപ്പെടേണ്ട ദൂതിനെ പതിപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം തന്ന അധികാരത്താൽ ഈ വചനം എല്ലാവരുടെ മേലും പതിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക് തരുന്ന പിതാവേ, യേശുവിൻ നാമത്തിൽ ആമേൻ. ഒന്നുകൂടി ആ കൈ ഒന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. 2025 ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ യാത്രകളിലും പ്രയർ സമയങ്ങളിലുമൊക്കെ പരിശുദ്ധാത്മാവിനോട് കൃത്യമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വാക്ക്, ഈ 21 ഡേയ്സിൻ്റെ പ്രയറിൻ്റെ ഇടയിൽ ഒരു ഞായറാഴ്ച വൈകുന്നേരത്തെ സെക്ഷനിൽ എൻ്റെ സമീപം വന്നിരുന്നൊരു ദേവദാസൻ മീറ്റിങ്ങിന് ശേഷമായിട്ട് കുറേ അധികം സമയം സംസാരിച്ചപ്പോൾ കൂടെ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഇത് നിങ്ങളുടെ രാജകീയ വാഴ്ചയുടെ വർഷമായിരിക്കും. രണ്ടാമത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ചർച്ചിന് ദൈവം ഒരു ഭയങ്കര രാജകീയത തരാൻ പോകുകയാണ്. ആ സമയങ്ങളിൽ കൂടെ ദൈവം ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു ഭാഗത്തിന് ഉറപ്പ് നൽകുന്ന ഒരു വാക്കായിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ഡയറിയിലേക്ക് നോട്ട് ചെയ്തു, ഇത് രാജകീയതയിൽ ഇരുന്ന് വാഴുന്ന വർഷമായിരിക്കുമെന്ന്. നമ്മളിവിടെ എന്തെല്ലാം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇതുവരെ നടന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദൈവസഭയിലെ ജനത്തിന് മുഴുവൻ അതറിയാം. എന്തെല്ലാം ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഡിക്ലെയർ ചെയ്യുന്നത് ഒരു രാജകീയ വാഴ്ചയെക്കുറിച്ചാണ്. നമ്മുടെ കർത്താവായ യേശു 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് 24 മണിക്കൂർ യേശു അനുഭവിച്ച യാതനകൾ വളരെ വലുതായിരുന്നു. യേശുവിൻ്റെ ശരീരം മുഴുവൻ വികൃതമായിപ്പോയി. 30 വയസ്സിൽ ഇതുപോലെ സൗന്ദര്യമുള്ളൊരു മനുഷ്യൻ ഭൂമിയിൽ തന്നെ ഉണ്ടായിട്ടില്ല.
അത്രയ്ക്ക് സൗന്ദര്യവാനായിരിക്കുന്ന യേശു കണ്ടാൽ ആളല്ലാത്ത രൂപം ധരിക്കുമാറ് വികൃതനും വിരൂപനുമായി തീർന്നു. അവൻ്റെ കണ്ണ് പുറത്തേക്ക് തള്ളപ്പെടേണ്ട സാഹചര്യമുണ്ടായി. മുടി എന്ത് ചെയ്തു? പിച്ചി ചീന്തപ്പെട്ടു. താടി രോമങ്ങൾ പിച്ചി ചീന്തപ്പെട്ടു. ശരീരം ഭയങ്കരമായി വികൃതമാക്കി കളഞ്ഞവർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പീലാത്തോസ് അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ രക്തം പുലരാതിരിക്കാൻ മാറി നിന്ന ആ കാഴ്ചകൾ ആസ്വാദകപരമായിട്ട് കണ്ടുകൊണ്ടിരുന്നു. എല്ലാവരുടെയും നടുവിൽ തലകുനിക്കുന്നൊരു കുഞ്ഞാടിനെ പോലെ കർത്താവ് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇത് ഞാനൊരു 2 വർഷവുമായിട്ട് റിലേറ്റഡായിട്ട് പറയാം. ഇന്നലകളിൽ അവൻ തലകുനിച്ച് നിന്നു. ഇന്നലകളിൽ അവൻ അടിയേറ്റു. ഇന്നലകളിൽ അവൻ നിന്ന വഹിച്ചു. അതിൻ്റെ അർത്ഥം ഇന്നലെ വഹിച്ചതല്ല ഇന്നവനായിരിക്കുന്നത്. ഇന്നലകളിൽ അവൻ തലകുനിച്ചെങ്കിൽ ഇന്നവൻ രാജകിരീടം ചൂടപ്പെട്ടവനായിട്ട് നിൽക്കുകയാണ്. പിലാത്തോസിൻ്റെ പ്രക്ടോറിയത്തിൽ നിന്ന് യേശു അടികൊള്ളുമ്പോൾ യേശു വാക്കും ഭാഷണം കൂടാതെ പറഞ്ഞു, പിലാത്തോസേ, ആർക്കും രക്ഷപ്പെടാൻ പറ്റാത്തൊരു സിംഹാസനം വരുന്നുണ്ട്. അന്ന് നീ എൻ്റെ മുമ്പിൽ വന്ന് തലകുനിച്ച് നിൽക്കും. അന്ന് ഇപ്പം നീ ഇരിക്കുന്നതിലും വലിയൊരു സിംഹാസനത്തിൽ ഞാൻ ഇരിക്കും. അന്ന് എൻ്റെ വാഴ്ചയുടെ സമയമാണ്. തമ്പുരാൻ ഇന്ന് രാവിലെ സമയം വിശ്വസിക്കുന്നവരോട് പറയുക, 24 നീ തല കുനിഞ്ഞെടുത്ത്, നിന്റെ തല കുനിപ്പിച്ചെടുത്ത്, നിന്നെ വ്യസനിപ്പിച്ചെടുത്ത്, നിന്നെ വിഷമിപ്പിച്ചവരുടെ നടുവിൽ 25 നീ വാഴാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ ദൂതിന് ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണം. ഒരു 2 കാര്യം കൂടെ ഞാൻ അതിനോടൊന്ന് ചേർത്ത് പറയാം. 2 കാര്യം ചേർത്ത് പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. പഴയ നിയമത്തിൽ ഒരു മനുഷ്യനുണ്ട്, അയാളുടെ പേര് ജോസഫ് എന്ന. അയാൾ ഒരു സ്വപ്നം രാജാവ് കണ്ടൊരു സ്വപ്നം അയാൾ വ്യാഖ്യാനം കേട്ടപ്പോൾ രാജാവിന് ഇഷ്ടമായിട്ട് 41-ാം അധ്യായത്തിൻ്റെ 7 മുതൽ വായിച്ചു വരുമ്പോൾ രാജാവ് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. ദൈവാത്മാവുള്ള ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടതിൽ ഞാൻ അധികം സന്തോഷിക്കുന്നു. രാജസ്ഥാനം കൊണ്ട് മാത്രം ഞാൻ നിൻ്റെ മുകളിലായിരിക്കും, എന്നാൽ മറ്റെല്ലാ അധികാരങ്ങളിലും നീ ഈ രാജ്യത്തെ അടക്കി ഭരിക്കുന്നവനായിട്ട് മാറും. അടുത്തത് പറയുന്നു, നിൻ്റെ അനുവാദമില്ലാതെ ഒരുത്തൻ്റെ കയ്യോ കാലോ അനങ്ങാൻ ഇവിടെ അനുവാദമില്ല. ഒരടിമയായി വന്നവൻ ഉടമയായി മാറിയ ചരിത്രം നാം മറന്നു പോകാത്തതാണെങ്കിൽ, ഇന്നലകളിൽ നീ നിന്ന ചരിത്രമല്ല 25 നടക്കാൻ പോകുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞോളൂ. ഇന്നലെ നീ നിന്നതുപോലെ അല്ല 25 നീ നിൽക്കാൻ പോകുന്നത്. ഇന്നലെ നിന്റെ കയ്യിലില്ലാത്ത ചെങ്കോൽ ഇന്ന് നിന്റെ കയ്യിൽ വരാൻ പോകുകയാ. കേൾക്കുന്ന എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? ഇന്നലെ നിന്റെ പോക്കറ്റ് ശൂന്യമായിരുന്നു, എന്നാൽ ഇന്ന് നീ കൽപ്പിക്കുമ്പോൾ ഖജനാവുകൾ നിറയും. ഇന്നലെ നിനക്ക് ഇരിക്കാൻ കസേരയില്ലായിരുന്നു, എന്നാൽ ഇരുന്നു വാഴുന്നൊരു രാജസിംഹാസനം നിനക്കായി പുതുതായി പണിയപ്പെടുകയാണ്. തമ്പുരാൻ എൻ്റെ ഉള്ളത്തിൽ നിന്ന് വിളിച്ചു പറയാൻ പറയുന്നു, നീ അടിമയിൽ നിന്ന് ഉടമയിലേക്ക് കയറുന്ന ഒരു അസാധാരണ വാഴ്ചയെ വിശ്വസിക്കുന്നവരുടെ മേൽ റിലീസ് ചെയ്യുകയാ. ജനം അതിനെ കൈയടിച്ചു സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇച്ചിരൂടെ നന്നായിട്ട് പറയാം. ഇന്നലെ അവൻ കുഞ്ഞാടായിരുന്നു, എന്നാൽ ഇന്നവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്. നിന്റെ അകത്തും മറഞ്ഞു കിടന്ന രാജാവിനെ പൊക്കിയെടുക്കുന്ന വർഷമായിരിക്കും 2025. ഒന്നുകൂടി ഡിക്ലെയർ ചെയ്യുന്നു, നിന്റെ അകത്ത് മറഞ്ഞു കിടന്ന രാജാവിനെ പൊക്കിയെടുക്കുന്ന വർഷമായിരിക്കും 2025. സന്ദേശം കഴിഞ്ഞു, പ്രാർത്ഥിക്കാൻ പോവുക. ആ കൈയെടുത്ത് സ്വന്തം തലയിലോട്ട് വെച്ചേ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളോട് തന്നെ ഇന്ന് രാവിലെ പ്രവചിക്കുന്നു. രാജകീയ വാഴ്ചയിലേക്ക് ദൈവം
ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ചുവടുറപ്പിച്ചതിനായിട്ട് നന്ദി. മാനുഷികമായിട്ട് നോക്കുന്നവർക്ക് ഞങ്ങളുടെ തലയിലെ കിരീടം കാണാൻ പറ്റത്തില്ലെങ്കിലും രാജാക്കന്മാരെ പോലെ ഞങ്ങൾ ജീവിക്കുന്ന, രാജാക്കന്മാരെ പോലെ ഞങ്ങൾ നടക്കുന്ന, രാജാക്കന്മാരെ പോലെ ഞങ്ങൾ വാഴുന്ന വർഷം ഞങ്ങൾക്ക് അനുവദിച്ചതിന് നന്ദി. യേശു ജീവിതത്തിൽ അനുഭവിച്ച പങ്കപ്പാടുകൾ മുഴുവനും ഒരു സീസണായിരുന്നെങ്കിൽ അടുത്ത സീസൺ അവൻ വാഴുന്ന സീസണായി മാറിയതുപോലെ ഞങ്ങൾ ആ വാഴ്ചയെ ഈ രാത്രി 2 കൈ നീട്ടി സ്വീകരിക്കുന്ന പിതാവേ, ഇപ്പോൾ മുതൽ എല്ലാത്തിൻ്റെ മേലും വാഴുന്ന ഒരസാധാരണ അധികാരത്തിലേക്ക് ദൈവം ഞങ്ങളുടെ കാല് ഉറപ്പിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. യേശു ക്രിസ്തുവിൻ്റെ ദാസനായി ഞാൻ ദൈവം തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് തലയിൽ കൈവച്ച് തന്നെത്താൻ പ്രവചിക്കുന്നതിൻ്റെ ജനത്തിന് നേരെ കൈനീട്ടുകയാണ്. ഈ വചനം എല്ലാ കുടുംബത്തിലും ജീവനായി വെളിപ്പെടട്ടെ. ഈ വചനം ഞങ്ങളുടെ തലമുറകളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. ഈ വചനം അയൽപ്പക്കത്തെ രാജ്യങ്ങളിൽ ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ജോലിക്കായി പോയി ഞങ്ങളുടെ സഹോദരങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. എവിടെയും ഒരു വാഴ്ച നിന്റെ ജനം അനുഭവിക്കട്ടെ പിതാവേ. പ്രാർത്ഥിച്ച് അതിനായിട്ട് ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ കൈ ചലിച്ചതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. കൈ ഒന്നടിച്ച് നന്നായിട്ട് ദൈവത്തിനൊരു സ്തോത്രം ചെയ്താട്ടെ. ദൈവം നമ്മളെ ഇത്രത്തോളം സഹായിച്ചു. നമ്മുടെ മീറ്റിങ്ങിൻ്റെ ആദ്യ മിനിറ്റ് മുതൽ അവസാനിക്കുന്ന ഈ സമയം വരെ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിന്നു. എനിക്ക് തോന്നുന്നു സമയം അല്പം നീണ്ടുപോയി, എന്നാലും കർത്താവിൻ്റെ ആത്മാവ് എല്ലാം ഭംഗിയായി നിയന്ത്രിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശത്തിൻ്റെ ബാക്കി ഭാഗം ഞാൻ ഞായറാഴ്ച പ്രസംഗിക്കും. ദൈവം അനുവദിച്ചാൽ നമ്മൾ ഒരുമിച്ച് ഞായറാഴ്ച കൂടും. ഏറെ സന്തോഷമുള്ള ദിവസങ്ങൾ, മണിക്കൂറുകൾ കർത്താവ് അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വാഗ്ദത്ത വചനങ്ങളുണ്ട്. ദൈവദാസന്മാരത് ജനത്തിന് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമായിട്ട് കൈമാറും. പറ്റുമെങ്കിൽ സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ തമ്മിലും സ്നേഹചുംബനം കൊടുത്തിട്ടേ പോകാവൂ. നിങ്ങൾക്കൊരു ഗ്ലാസ് ചായയും കേക്കും ഇവിടെയുണ്ട്, അതും കഴിച്ചിട്ടേ പോകാവൂ എന്ന കാര്യം കൂടെ വിശേഷിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളോട് കൂടെ ഇരുന്ന നിൻ്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സന്തോഷമുള്ള ആരാധന തന്നതിന് നന്ദി കർത്താവേ. സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. ബൈക്കിൽ, കാറിൽ, മറ്റിതര വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ സമാധാനത്തോടെ കർത്താവ് മടക്കിക്കൊണ്ടുപോകണം. പരിശുദ്ധാത്മാവ് സൂക്ഷിക്കണം. ഞങ്ങൾ ചേർന്ന് വരുമ്പോൾ ഏറെ സന്തോഷിക്കാൻ പാകത്തിൽ അധികം സന്തോഷം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണം. ഞങ്ങളുടെ ഉള്ളിൽ ഇന്ന് രാത്രി മുതൽ ആ രാജകീയത ഞങ്ങൾ പോലും അറിയാതെ വെളിപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. ഞങ്ങളുടെ ചലനങ്ങളിൽ, സംസാരത്തിൽ, ഇടപാടുകളിൽ, ഡ്രസ് കോഡിൽ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളിലും അസാധാരണമായ രാജകീയത വെളിപ്പെടുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. മഹത്വമെല്ലാം അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥിച്ച് നിൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു പിതാവേ. ശുശ്രൂഷകന്മാരെ അനുഗ്രഹിക്കുന്നു, ലീഡേഴ്സിനെ അനുഗ്രഹിക്കും, മൂപ്പന്മാരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് എല്ലാവരോടും ഒപ്പയിരിക്കണം. ശിശു ഓൺലൈനിൽ ഞങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കുചേരുന്ന മക്കളെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമം ചൊല്ലി അവരെ ബ്ലസ് ചെയ്യുന്നു പിതാവേ. കർത്താവേ, നിൻ്റെ ആത്മാവ് ഞങ്ങളെ സമാധാനത്തോടെ അയക്കണം. പ്രാർത്ഥന കേൾക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ജനമെല്ലാം ആമേൻ പറയട്ടെ. സമാധാനത്തോടെ ഇത്രത്തോളം സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടി കർത്താവ് നമ്മളെ സന്തോഷിപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ. ദൈവം തന്ന ആനന്ദത്തിനായി സ്തോത്രം ചെയ്താട്ടെ. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവായ യേശുവിൻ്റെ മധ്യാകാശത്തിലെ പ്രത്യക്ഷത വരെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ചെയ്യുന്ന കർത്താവിന് കൂട്ടമായിട്ട് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ, ആമേൻ.